और आगे का समय में पासवान साहब को दूंगी। शायद पास्टर साहब की बेटियां गीत गाना चाह रही हैं। स्पेशल सॉन्ग। जी। स्पेशल सॉन्ग देना चाह रही हैं, तो उनका समय होगा कि वो स्पेशल सॉन्ग दे। प्रभु ने आशीष दे। जय मसीह की। जय मसीह। धन्य धन्य यीशु नाम, स्तुति के योग्य यीशु नाम। हर एक जुबान ये गाएगी, यीशु पवित्र है। धन्य धन्य यीशु नाम, स्तुति के योग्य यीशु नाम। हर एक जुबान ये गाएगी, यीशु पवित्र है। यीशु पवित्र है। यीशु पवित्र है। यीशु पवित्र है। मेरा यीशु पवित्र है। हालेलुया आमेन। हालेलुया आमेन। हालेलुया आमेन। हालेलुया आमेन। मेरे पापों को धो दिया परमेश्वर का निर्दोष मेमना। हर एक जुबान ये गाएगी, यीशु पवित्र है। मेरे पापों को धो दिया परमेश्वर का निर्दोष मेलना। हर एक जुबान ये गाएगी, यीशु पवित्र है। यीशु पवित्र है। यीशु पवित्र है। मेरा यीशु पवित्र है। हालेलुया आमेन। हालेलुया आमेन। हालेलुया आमेन। हालेलुया आमेन। स्वर्गदूत और सारी सृष्टि पुकारते एक ही नाम को। हर एक जुबान ये गाएगी, यीशु पवित्र है। स्वर्गदूत और सारी सृष्टि पुकारते एक ही नाम को। हर एक जुबान ये गाएगी, यीशु पवित्र है। यीशु पवित्र है। यीशु पवित्र है। यीशु पवित्र है। मेरा यीशु पवित्र है। हालेलुया आमेन। हालेलुया आमेन। हालेलुया आमेन। हालेलुया आमेन। ब्रदर। जय मसीह। ജയ മിശിഹായ്ക്ക് ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരു നിമിഷം വീഡിയോ ഓഫ് ആയിരുന്നു അല്ലേ? സ്തോത്രം. ഓക്കെ.
Praise the Lord. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ആംഖോं बंद करें प्रार्थना के लिए. प्रेस लॉर्ड, प्रेस लॉर्ड, प्रेस लॉर्ड. धन्यवाद प्रभु जी, धन्यवाद प्रभु जी. हालेलूया, हालेलूया, हालेलൂയ, हालेलൂയ. പ്രേസ് ദി ലോർഡ്. കർത്താവേ, അടിയങ്ങള് അവിടുത്തെ സ്ഥിരസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അപ്പച്ചാ സ്തോത്രം. നിന്റെ വിലയേറിയ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന അപ്പച്ചാ സ്തോത്രം. കർത്താവെ, മഹത്വമേറിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, അടിയങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുന്നു അപ്പച്ചാ. ദൈവമേ, കടന്നു വന്നിരിക്കുന്ന ജനത്തിന് കർത്താവെ, നിന്റെ വചനം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ അപ്പ. ദൈവമേ, അവരുടെ ഉള്ളങ്ങളെ തണുപ്പിക്കുന്ന ഒരു അനുഭവം കർത്താവെ അവിടുന്ന് കൽപ്പിക്കണമേ. അവരുടെ ഭാരങ്ങളുടെ മേൽ, നിരാശകളുടെ മേൽ, രോഗങ്ങളുടെ മേൽ കർത്താവെ, ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ, ദൈവത്തിന്റെ വചനം കർത്താവെ ഒരു മഴയായി അവരുടെ ഉള്ളങ്ങളിൽ പെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പാസ്തോർ. കൃപയിൽ മറയ്ക്കണം. ദൈവകരം കൂടെയിരിക്കണം. ദേവൻ ബലവാനും ശക്തിവാനും ദാതാവുമാണെന്നുള്ളൊരു ബോധ്യം കർത്താവെ നിന്റെ മക്കൾക്കുള്ളത്തിൽ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. പ്രിയ പാസ്റ്ററെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ട്രാൻസ്ലേറ്റ് ചെയ്യുവാനുള്ള കൃപാധികമായി പകരണം. ദൈവകരം കൂടിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. കൃപമേൽ കൃപ പകരണം. ദൈവം ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. നീ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാം. യേശു ക്രിസ്തു തന്നെ നാമത്തിൽ യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കണം. പൊന്നുപിതാവേ, ആമേൻ, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Praise the Lord, brother. Praise the Lord. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് മത്തായി സുവിശേഷം അതിന്റെ 8-ാം അധ്യായം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. आज के मनन के लिए हम പ്രൈസ് ലോർഡ്. അതിന്റെ 8-ന്റെ 8. आज के मनन के लिए हम जाएंगे मत्ती रचित सुसमाचार 8वां अध्याय उसका 8वें आयत की ओर हम जाएंगे। सूबेदार ने उत्तर दिया कि है प्रभु, मैं इस योग्य नहीं कि तू मेरे छत के तले आए, पर केवल मुख से कह दे तो मेरा सेवक चंगा हो जाएगा। ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. जो वचन है हमने पढ़ा है, हम सबके लिए परिचित वचन है। ഹല്ലേലൂയ. ശതാധിപൻ, ഹല്ലേലൂയ, ഒരു സെഞ്ചൂറിയൻ, ഒരു ഹല്ലേലൂയ കർത്താവായ യേശുനാഥന്റെ അടുക്കൽ വന്നിട്ട് തന്റെ ബാല്യക്കാരന് വേണ്ടി സൗഖ്യമാക്കുവാൻ വേണ്ടി ബാല്യക്കാരനോട് അപേക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. एक सूबेदार प्रभु यीशु मसीह के पास आकर अपने सेवक की चंगाई के लिए विनती करने की एक परिस्थिति को हम यहाँ देखते हैं। ഈ ശതാധിപൻ ഒരു പ്രത്യേകതയുണ്ട്. ये जो सूबेदार है उसकी एक विशेषता है। എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു യഹൂദ മതാനുസാരി അല്ല. वो ये है कि ये यहूदी व्यक्ति नहीं था, ഇവൻ ഒരു ജാതീയ വ്യക്തിയാണ്. बल्कि ये एक यूनानी व्यक्ति था। ആമേ. ഒരു ജാതീയ വ്യക്തിയാണെങ്കിൽ കൂടിയും കർത്താവ് യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ രീതിയിലാണ് ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. लेकिन इसके जीवन में, इसके हृदय में यीशु मसीह के प्रति जो विश्वास था वो एक साधारण मनुष्य, एक जो यहूदी ना होने के बाद भी उसके जीवन में अधिकताई से था। മറിച്ച് ക്രിസ്തുവേശുവിനാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യം വരുമെന്നുള്ള ഉള്ളിൽ ഒരു ബോധ്യം ഈ മനുഷ്യനുണ്ടായിരുന്നു. और उसके अंदर, उसके हृदय में ये निश्चय था कि यीशु मसीह के द्वारा उसके सेवक को चंगाई मिलेगा। ഈ മനുഷ്യന്റെ ഹൃദയം നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാ. इस मनुष्य के जो हृदय, उसके बारे में देखना अच्छी बात है। ഒന്നാമത്തെ കാര്യം, ആ മനുഷ്യൻ ഒരു ജാതീയ വ്യക്തിയായിരുന്നു. पहली बात ये था कि वह एक यूनानी व्यक्ति था। രണ്ടാമത്തെ കാര്യം, തന്റെ ഭവനത്തിലെ ഒരു വേലക്കാരനോട് ഒരു കമ്പാഷൻ, ഒരു സ്നേഹം നിറഞ്ഞ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. दूसरा, उसके घर में, उसके भवन में उसके सेवक के प्रति एक दया भाव उसके जीवन में था। ഇന്നത്തെ കാലത്ത് അല്ലെ, ബാല്യക്കാരോ അല്ലെങ്കിൽ വേലക്കാരോ ഒക്കെ ആയിട്ട് സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നും കുറവായിരുന്നു.
और आज ऐसे समय में हम जीवन बिताते हैं जब लोग अपने सेवक के प्रति प्रेम दिखाना नहीं दिखाते हैं। उस समय में भी वो प्रेम कम हुआ करता था। ആ അതായത് ഒരു ഒരു നമ്മുടെ വീട്ടിലെ നമ്മുടെ അടുത്ത ബന്ധുക്കാർക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ സൗഖ്യത്തിനായിട്ട് ചിലപ്പോൾ തിടുക്കപ്പെട്ട് ഓടി കടന്നു പോകുമായിരിക്കാം. हो सकता है हमारे परिवार में हमारे करीबी लोगों के लिए, हमारे बच्चों के लिए या हमारे बंधुओं के लिए हम इस प्रकार शीघ्रता से जाकर विनती करते होंगे। എന്നാൽ ഒരു ഒരു ബാല്യക്കാരന് വേണ്ടി നമ്മള് കർത്താവിന്റെ അടുക്കൽ ഇത്രമാത്രം താല്പര്യത്തോടെ ഒരു സഹായം ചോദിച്ചു പോകുന്നത് അത് അത് ചെറിയൊരു കാര്യമല്ല. लेकिन अपने सेवक के लिए प्रभु यीशु मसीह के पास जाना और ऐसा विनती करना एक छोटी बात नहीं है। അത് എന്തുകൊണ്ടായിരിക്കാം മനുഷ്യന്റെ മനസ്സ് അത്രമാത്രം ഈ വേലക്കാരനോട് ചേർന്നിരുന്നു, അല്ലെങ്കിൽ അവനെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. इसका कारण यह है कि वह व्यक्ति अपने सेवक से इतना अधिक प्रिय रखता था। ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവായ യേശുനാഥൻ ഹൃദയങ്ങളെ അറിയുന്ന ഒരു വ്യക്തിയാണ്. मैं ये समझता हूँ कि प्रभु यीशु मसीह लोगों के अपने हृदयों को जानने वाला है। മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്ന വ്യക്തിയാണ്. मनुष्यों के हृदय को जानने वाला है प्रभु यीशु मसीह। അല്ലെ, നമ്മുടെ നിരൂപണങ്ങളെ 139 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ നിരൂപണങ്ങളെ, നമ്മുടെ ചിന്തകളെ അവൻ ദൂരത്ത് നിന്നറിയുന്നു. और 139 वचन संगीता कहता है कि वह तुझे जांच कर जान लिया है। അല്ലെ, അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. और उसके लिए कोई भी बात छुपी हुई नहीं है। ആമേൻ. അതുകൊണ്ട് ഈ ശതാധിപന്റെ ഹൃദയ വിചാരങ്ങളെ കർത്താവ് അറിഞ്ഞിരുന്നു. इसलिए वो सूबेदार के हृदय की चिंताओं को यीशु मसीह जान चुके थे। ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് അവനോട് സ്നേഹപൂർവമായ ഒരു സമീപനത്തെ കൈവരിച്ചു. इसलिए यीशु मसीह उससे अति प्रिय तरीके से उससे प्रभु यीशु मसीह ने बात किया। അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു ധനവാനായ യുവാവ് കർത്താവിന്റെ അടുക്കൽ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കടന്നു വന്നു. पिछले दिनों में हमने मनन किया, एक धनवान व्यक्ति यीशु मसीह के संग, यीशु मसीह के पीछे होने के लिए उसके पास पहुंचे। ആമേൻ. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ദൈവരാജ്യം അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. और उस व्यक्ति ने यीशु मसीह से पूछा कि स्वर्ग राज्य को पाने के लिए कि मैं क्या करूं। അല്ലെ, കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകൾ അനുസരിക്കണം. यीशु ने कहा कि तुम्हें आज्ञाओं को मानना है। അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ട്. तो उसने कहा कि मैं तो हर एक व्यवस्था को मानता जरूर हूं। ഞാൻ മാതാപിതാക്കളെ അനുസരിക്കുന്നുണ്ട്, ഇങ്ങനെ മോശ കൽപ്പിച്ചിരിക്കുന്ന സകല ന്യായപ്രമാണങ്ങളും ഞാൻ അനുസരിക്കുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞു. उसने कहा कि मैं अपने माता पिता की आज्ञा मानता हूं और मूसा के द्वारा कहा हुआ हर एक व्यवस्था को भी आज्ञा मानता हूं करके उसने कहा। ആമേൻ. ഒന്ന് വായിച്ചാട്ടെ, മത്തായി സുവിശേഷം 14 അധ്യായത്തിലേക്ക് കടന്നു വരാം. हम मत्ती रचित सुसमाचार 4 आयत की ओर आएंगे। അതിന്റെ 19 അധ്യായം, അതിന് 21 വാക്യം, 20, 20, 21. 19, 20 and 21. 19, 20 and 21. मत्ती रचित समाचार 19 अध्याय, उसका 19, 20 और 21वां पद। इसमें यो लिखा है, अपने पिता और अपनी माता का आदर करना और अपने पड़ोसियों से अपने समान प्रेम रखना। उस जवान ने उससे कहा, इन सब को तो मैं माना है, अब मुझ में किस बात की गठी है। यीशु ने उससे कहा, यदि तू सिद्ध होना चाहता है तो जा, अपना माल बेचकर कंगालों को दे और तुझे स्वर्ग में धन मिलेगा, और आकर मेरे पीछे हो ले। ആമേൻ. ഇവിടെ കർത്താവ് ഈ മനുഷ്യന്റെ ഹൃദയത്തെ അറിഞ്ഞിരുന്നു. ഈ
യൗവനക്കാരന്റെ ഹൃദയത്തെ കർത്താവ് അറിഞ്ഞിരുന്നു. यहाँ हम देख सकते हैं इस जवान का जो हृदय है, मन को प्रभु ने जाना है। അവന്റെ ഹൃദയം എന്തിനോടാണ് പറ്റിച്ചേർന്നിരിക്കുന്നതെന്ന് കർത്താവിന് അറിയാമായിരുന്നു. और ये प्रभु यीशु मसीह जानते थे कि उसके हृदय किस बात की ओर लगी हुई है। അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, നീ സൽഗുണപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. इसलिए यीशु मसीह ने कहा, यदि तू सिद्ध बनना चाहे तो अपने पास जो भी है उसको बेचकर मेरे पीछे हो ले, कंगालों को दे और मेरे पीछे हो ले। അവന്റെ ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് വിട്ടുകളയാൻ അവൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. वो अपने हृदय में जो सबसे ज्यादा करीब जो बात था, प्रिय बात था, उसको छोड़ने के लिए वो तैयार नहीं था। അല്ലെ, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് കർത്താവായിരിക്കണം. और जब हम यीशु मसीह का पीछा करते हैं, अनुकरण करते हैं, तो हमारे हृदय में सबसे प्रिय जो बात होनी है वो प्रभु यीशु मसीह होना है। അപ്പസ്തലന്മാരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി അവർ തങ്ങളെ തന്നെ മുഴുവനുമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. प्रेरितों के जीवन के बारे में हम देखते हैं तो उन्होंने अपने जीवन को संपूर्ण रूप से प्रभु यीशु मसीह के लिए दे दिए। അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രസാദം അവരുടെ മേൽ ഉണ്ടായിരുന്നത്. इसी कारण प्रभु यीशु मसीह का जो अनुग्रह उनके जीवन में था। ആമേൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? और यदि हम यूहन्ना समाचार में आते हैं तो वहाँ हम देखते हैं कि प्रभु यीशु मसीह पतरस से पूछते हैं, क्या तुम इन सब से अधिक मुझसे प्रिय रखते हो? 21 യോഹന്നാൻ 21:17. यूहन्ना 21वां अध्याय उसका 17वां पद। उसने तीसरी बार उससे कहा, हे शमौन यूहन्ना के पुत्र, क्या तू मुझसे प्रीति रखता है? पतरस ने उदास हुआ कि उससे तीसरी बार ऐसा कहा कि क्या तू मुझसे प्रीति रखता है? और उसने कहा, हे प्रभु, तू तो सब कुछ जानता है और तू ये जानता है कि मैं तुझसे प्रीति रखता हूँ। और यीशु ने उससे कहा, मेरी भेड़ों को चरा। ആമേൻ, സ്തോത്രം. ഇവിടെ കണ്ടോ, മൂന്നാമത്തെ പ്രാവശ്യം കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? वो तीसरी बार यीशु मसीह पतरस से पूछते हैं, शमौन पतरस से पूछते हैं, क्या इन सबसे बढ़कर तू मुझसे प्रीति रखता है? അല്ലെ, 3 ഘട്ടങ്ങളായിട്ട് കർത്താവ് പത്രോസിനോട് ചോദിച്ചത്. और 3 बार यीशु मसीह ने पतरस से पूछा। മൂന്നാമത്തെ പ്രാവശ്യത്തെ ചോദ്യത്തിലുണ്ടല്ലോ, പത്രോസിന്റെ ഹൃദയമുണ്ടല്ലോ അങ്ങ് ബലഹീനമായി പോയി. और तीसरी बार जब पतरस से सवाल किया गया, पतरस का हृदय उदास हुआ या बलहीन हो गया। അല്ലെ, നമ്മളോട് ഒരാൾ ചോദിക്കുക, അല്ലെ കർത്താവ് തന്നെ ചോദിക്കുക എന്ന് വിചാരിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നോ? അപ്പൊ നമ്മള് ആദ്യം പറയാ, അതെ കർത്താവെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങനെ മറുപടി പറയും. मान लो यदि हमसे कोई पूछता है या यीशु मसीह हमसे सवाल करते हैं कि क्या आप मुझसे प्रीति रखते हो, तो हम सबसे पहले उत्तर देंगे, हाँ प्रभु, हम आपसे प्रीति रखते हैं। രണ്ടാമത്തെ വട്ടവും കർത്താവ് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, കർത്താവ് ഒരിക്കൽ ചോദിച്ചതാണല്ലോ, ഇനി എന്തുകൊണ്ടാ ഇങ്ങനെ ചോദിക്കുന്നത്, എന്തോ വിഷയമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. और जब यीशु मसीह दूसरी बार अगर वही सवाल करते हैं तो हमारे हृदय में ये सोच आएगा कि प्रभु यीशु मसीह ने तो पूछ लिया एक बार, वापस और क्यों पूछते हैं, कोई तो बात है करके हमारे हृदय में चिंता होगी। ആമേൻ. അപ്പൊ നമ്മൾ കർത്താവിന്റെ ക്വസ്റ്റിനെ, കർത്താവ് എന്തുവാണ് ആഗ്രഹിക്കുന്നത് അറിയുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹൃദയത്തിൽ ഒരു 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 മനനം ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആ ക്വസ്റ്റിനെ എന്ത് ചെയ്യും? ഒന്ന് ടെസ്റ്റ് ചെയ്യും. तो हमारे हृदय में भी ये सवाल आएगा कि यीशु मसीह क्या सवाल करना चाहते हैं, यीशु मसीह क्या जानना चाहते हैं। ये बात हमारे हृदय में हम सोचने लगेंगे। അപ്പോഴും നമ്മൾ പറയും, കർത്താവേ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ ആടുകളെ പാലിക്കുവാനൊക്കെ ഞാൻ തയ്യാറാണെന്ന് നമ്മൾ വാക്കുകൊണ്ട് അങ്ങ് പറയും. और दूसरी बार भी हम कहेंगे कि हाँ यीशु मसीह, हम आपके पीछे, हम आपसे प्रीति रखते हैं और आपके भेड़ों को चराने के लिए तैयार है करके हम दूसरी बार भी कहेंगे।
പ്രിയമുള്ളവരെ, മൂന്നാമത് നമ്മളോട് ചോദിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ കുഴഞ്ഞു പോകും. लेकिन अगर एक बार और पूछते, अगर तीसरी बार अगर पूछते तो हमारा हृदय व्याकुल हो जाएगा। നമുക്കറിയാം, സാധാരണക്കാരനായ ഒരു വ്യക്തി അല്ല എന്നോട് ഇത് ചോദിക്കുന്നത്. क्योंकि हम जानते हैं एक साधारण व्यक्ति हमसे ये सवाल नहीं करते, ആദ്യനും അന്ത്യനുമായവനാണ് ചോദിക്കുന്നത്. क्योंकि ये सवाल आदि और आदि और अंत जो परमेश्वर है वो करते हैं। സർവജ്ഞാനിയായ ദൈവമാ ചോദിക്കുന്നത്. और सर्वज्ञानी परमेश्वर ये पूछते हैं। മുമ്പും പിമ്പും അറിയുന്നവനാ ചോദിക്കുന്നത്. जो अगला और पिछला हर एक बात से जानने वाला हमसे ये सवाल करते हैं। സർവജ്ഞാനിയായ ദൈവമാണ് ചോദിക്കുന്നത്. और सर्वज्ञानी परमेश्वर हमसे पूछते हैं। അങ്ങനെ ഒരാൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ അത് കീറി മുറിക്കുന്നതായിരിക്കും. और अगर ऐसा एक व्यक्ति हमसे सवाल करते हैं तो वो सवाल हमारे हृदयों को छेदने वाली होगी। അതുകൊണ്ടാണ് പത്രോസ് ആ മൂന്നാമത്തെ വട്ടം പത്രോസ് ചോദിച്ചപ്പോഴുണ്ടല്ലോ, അവന്റെ ഹൃദയം അങ്ങ് ബലഹീനമായി പോയി. इसलिए जब तीसरी बार भी यीशु मसीह ने पतरस से सवाल किया, पतरस का हृदय उदास हुआ। അതുകൊണ്ടാണ് പത്രോസ് അതിനൊരു മറുപടി അല്ല പത്രോസ് പറഞ്ഞത്. അവന്റെ ഹൃദയം ദുഃഖിച്ചു, അവന് വിഷമമായി, അവന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. അവൻ പറയുക, കർത്താവേ, നീ സകലതും അറിയുന്നുവല്ലോ. और इसलिए तीसरी बार यीशु मसीह का सवाल का उसने उत्तर नहीं दिया, क्योंकि उसको उदास हो गया था। वो जानता था उसके उस सवाल का गंभीरता को वो समझ गया, और उसने उत्तर यो दिया कि प्रभु परमेश्वर तू सब जानता है। എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നിനക്കറിയാം. और उसने कहा कि आप जानते हो कि मैं आपसे प्रीति रखता हूँ। ഞാൻ എന്താണെന്നും എന്റെ സ്വഭാവം എന്താണെന്നും ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് എല്ലാം നിനക്കറിയാം. मैं कैसा व्यक्ति हूँ, मैं कौन हूँ, मेरा स्वभाव क्या है, हर एक बातें आप जानते हैं करके उसने कहा। അതൊന്ന് ബ്രേക്ക്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ഹൃദയത്തിലെ അല്ലെങ്കിൽ എന്റെ ചെറുതും വലുതുമായ സകല വിഷയങ്ങളും കർത്താവേ നിനക്കറിയാം, നിനക്ക് മറഞ്ഞിരിക്കുന്നത് യാതൊന്നുമില്ല. मेरे हर एक बात, छोटी से लेकर बड़ी हर एक बातें आप जानते हैं। आपके लिए कोई भी बातें छुपी हुई नहीं है। കർത്താവേ, നീ ഒന്നറിയുന്നുവല്ലോ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, ഇഷ്ടമുണ്ട്, അത് നീ അറിയുന്നുവല്ലോ. और प्रभु यीशु मसीह एक बात आप जानते हैं कि मेरे हृदय में आपके लिए प्रीति है, प्रेम है। അല്ലെ, പത്രോസ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, നീ അറിയുന്നുവല്ലോ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന്. और पतरस का हृदय में जो बात है, मैं ये यूं कहना चाहता हूँ कि हाँ प्रभु, आप जानते हैं कि मेरे हृदय में आपके लिए प्रीति है। അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുവാണെന്നോ, ഞാൻ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. इसलिए जो भी मैं करता हूँ, मैं अपने आप को आपके हाथों में समर्पित करता हूँ। ഞാനൊരു ബലഹീന പാത്രമാണ്. मैं एक कमजोर पात्र हूँ। ചിലപ്പോൾ പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ഉയരുവാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. कई बार आप जिस प्रकार इच्छा मेरे जीवन से रखते हैं उस प्रकार मैं उठ नहीं पाता हूँ। അനേക തവണ വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. कई समय कई बार मेरे जीवन में कमजोर हुआ हूँ, बलहीन हुआ हूँ। എങ്കിലും ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ സത്യം എന്ന് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളതാ. लेकिन मेरे हृदय की जो सच्चाई है वो यो है कि मैं आपसे प्रिय रखता हूँ, प्रेम रखता हूँ। അതുകൊണ്ട് ഞാൻ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. इसलिए मैं अपने आप को आपके हाथों में समर्पित करता हूँ। എന്നെ നീ ഒന്ന് ഉപയോഗിച്ചാട്ടെ. मुझे आप एक बार काम इस्तेमाल करें। പ്രിയമുള്ളവരെ, ഞാൻ പൂർണ്ണമായി എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. मैं है प्रियो, वो कहता है कि मैं पूर्ण रूप से अपने आप को आपके हाथों में समर्पित करता हूँ। അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. इस प्रकार प्रेरित पौलुस कहता है कि मुझे सामर्थ देने वाले के द्वारा मैं हर एक कार्य में जयवंत हो सकता हूँ, जयवंत हूँ। എന്റെ കഴിവോ എന്റെ മിടുക്കോ എന്റെ പഠിത്തമോ യാതൊന്നുമല്ല. मेरी खूबी, मेरी पढ़ाई, इसमें से कोई भी बातें नहीं। മറിച്ച് ഞാൻ ബലഹീന പാത്രമാണ്, എന്നെ ശക്തനാക്കുന്നവൻ കർത്താവാകുന്നു. बल्कि मैं बलहीन पात्र हूँ, लेकिन मुझ में सामर्थ्य देने वाला मेरा प्रभु यीशु मसीह है।
പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചും ദൈവത്തിന്റെ ഹിതം ഇതാണ്. और हे प्रियो, हमारे जीवन में भी प्रभु यीशु मसीह की इच्छा यही है। നമുക്ക് ദൈവസന്നിധിയിൽ പറയുവാൻ ഒത്തിരി പോരായ്മകൾ കാണും. हो सकता है हमारे हमारे जीवन में प्रभु यीशु मसीह के उपस्थिति में कहने के लिए बहुत से कमियां होंगे। ഒത്തിരി കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മള് ചിന്തിച്ച് വെച്ചിട്ടുണ്ടാകും. और हमारे हृदयों में हमने खुद सोच के रखा होगा हमारे जीवन की कई घटियों और कमियों के बारे में। ഓ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, मैं इन बातों की योग्य नहीं, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള കഴിവോ പ്രാപ്തിയോ പഠനമോ യാതൊന്നുമില്ല. यीशु मसीह की सेवकाई करने के लिए किसी प्रकार की योग्यता, पढ़ाई और प्राप्त और सामर्थ मुझ में नहीं है। എനിക്ക് സംസാരിക്കുവാനൊന്നും വലിയ പ്രാപ്തിയില്ല. और ज्यादा बातें करने की मुझ में सामर्थ नहीं है। ഞാൻ മോശയെ പോലെ വിക്കനായ ഒരു മനുഷ്യനാണ്. और मैं मूसा के समान तुतलाने वाले एक व्यक्ति हूँ। ഞാൻ എന്നിലും ബലവാനും ശക്തനുമായ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഭയപ്പെട്ട് ഭാരപ്പെട്ടു പോകുന്നു. और मैं अपने से अधिक सामर्थ्य और बलवान लोगों को देखता हूँ तो मैं चिंता में आ जाता हूँ। ഞാൻ എന്നിലും കഴിവുള്ളവരെ കാണുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകുന്നു. मुझसे अधिक सामर्थ्य रखने वालों को देखता हूँ तो मैं थक जाता हूँ। എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, അതെല്ലാം മാറ്റിവെച്ചേക്കൂ. लेकिन प्रभु यीशु मसीह कहता है कि परमेश्वर का वचन कहता है कि उन ऐसी सारी चिंता हटा के अलग कर दो। നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. लेकिन वो वह यीशु मसीह कहता है या वचन कहता है कि क्या आप मुझसे प्रेम करते हो, ये ज्यादा महत्वपूर्ण बात है। നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ, എന്റെ ക്രൂസ് ഇഷ്ടമാണോ അല്ലയോ, അതാണ് വിഷയം. क्या आपके लिए मेरा क्रूस प्रिय है कि नहीं, ये महत्वपूर्ण बात है। ആമേൻ. എന്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരുവാൻ നീ തയ്യാറാണോ അല്ലയോ, അതാണ് വിഷയം. क्या मेरे क्रूस को उठाकर मेरे पीछे चलने के लिए तुम तैयार हो कि नहीं, ये महत्वपूर्ण बात है। ആമേ. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിനോട് പറയുവാൻ സാധിക്കണം, ഇതാ കർത്താവേ, നിന്റെ ദാസൻ അടിയനെ അയച്ചാലും ഉപയോഗിച്ചാലും. इसलिए आज आप परमेश्वर से बोल पाना है कि है प्रभु, मैं आपका दास हूँ, मुझे भेजो, मैं आपके लिए कार्य करूंगा। ആമേ. നമ്മൾ അതുകൊണ്ടാണ് ഈ ശതാധിപൻ ഉണ്ടല്ലോ, ഈ ശതാധിപൻ എന്തുവാണ് കർത്താവിനോട് പറയുന്നത്? ഒന്ന് വായിച്ചാട്ടെ അതിന്റെ 8ാം വാക്യം. तो ये सूबेदार उस यीशु मसीह से क्या कहते हैं? 8वां पद पढ़ेंगे। അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. सूबेदार ने उसे उत्तर दिया, हे कि है प्रभु, मैं इस योग्य नहीं कि तू मेरे छत के तले आए, पर केवल मुख से कह दे तो मेरा सेवक चंगा हो जाएगा। ആമേൻ. കർത്താവേ, നീ എന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല. हे परमेश्वर, आप मेरे छत के तले आए, इस बात के लिए मैं योग्य नहीं हूँ। നീ യഹൂദ മതത്തിൽപ്പെട്ട ഒരു ശ്രേഷ്ഠനായ ഗുരു. आप यहूदा धर्म में रहने वाले एक श्रेष्ठ महान गुरु है। നീ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും മർമ്മങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ജ്ഞാനിയായ മനുഷ്യൻ. परमेश्वर के राज्य के जो गुप्त बातों को पढ़ाने वाले, सिखाने वाले परमेश्वर के दास हो। അനേകർ നിന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. और कई लोगों के जीवन में आप आशा बने हो। പക്ഷെ ഞാനൊരു അയോഗ്യദാസൻ. लेकिन मैं एक अयोग्य व्यक्ति हूँ। ഞാനൊരു ജാതീയ മനുഷ്യൻ. मैं एक यूनानी व्यक्ति हूँ। എന്റെ ഭവനത്തിൽ വരുവാൻ നീ യോഗ്യനല്ല. मेरे घर के छत के तले आने के लिए मैं योग्य नहीं हूँ। നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. आप एक शब्द कह दे, आपके मुख से एक शब्द कह दे। ആമേൻ. പ്രിയമുള്ളവരെ, കണ്ടോ, യോഗ്യതയില്ലെന്ന് പറഞ്ഞ മനുഷ്യന്റെ വായിൽ നിന്ന് വന്ന വിശ്വാസമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. जो व्यक्ति ने अपने स्वयं के बारे में कहा कि मेरे जीवन में मैं योग्य नहीं हूँ, उसके जीवन का जो विश्वास है उस पर हमें ध्यान देना है। പ്രിയമുള്ളവരെ, അവൻ ഒരു വശത്ത് പറയുവാണ്, ഞാൻ അയോഗ്യനാണ്, യോഗ്യതയില്ല. एक तरफ वो कहता है कि मैं अयोग्य हूँ, मेरे जीवन में योग्यता नहीं है। പക്ഷെ അവന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടല്ലോ അത് ഏറ്റവും യോഗ്യതയുള്ളതാ.
लेकिन उसके मुंह से निकलने वाली बातें हैं, जो वचन वो कहता है, बातें वो करता है, वो अति विश्वास अति योग्य बातें वो करता है। പ്രിയമുള്ളവരെ, അവന്റെ വിശ്വാസ വചനമാണ് കർത്താവിന്റെ സന്നിധിയിൽ അവനെ യോഗ്യനാക്കി തീർത്തത്. उसके जो विश्वास की बातें हैं, उसको वो यीशु मसीह के सामने सबमुख में उसको योग्य बनाता है। പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. प्रियो, मैं आपको एक बात बताना चाहता हूं कि आपको इन बातों को ध्यान देना है। നമ്മുടെ നമ്മുടെ എന്താ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ അവസ്ഥകളോ അതൊന്നുമല്ല നമ്മളെ, അല്ലെങ്കിൽ എൻ്റെ പൊസിഷനോ, ഞാൻ ആരാണെന്നോ, എൻ്റെ കുലം ഏതാണെന്നോ, എൻ്റെ മതം ഏതാണെന്നോ, അല്ലെങ്കിൽ ഞാൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതോ, അതൊന്നുമല്ല കർത്താവിനെ സംബന്ധിച്ചിടത്തോളം യോഗ്യത എന്ന് പറയുന്നത്. हमारा जो परिस्थिति है, हमारा जो घर की परिस्थिति है, हमारा एजुकेशन, हमारा पढ़ाई हो, हमारा धर्म हो, हमारा कुछ भी यीशु मसीह के लिए महत्वपूर्ण नहीं है। നീ ധനവാനാണോ, നീ ഗ്രീക്കാണോ, യവനനാണോ, ഇതൊന്നുമല്ല നിന്റെ യോഗ്യത എന്ന് പറയുന്നത്. और आप धनवान हो या यूनानी हो, इनमें से कोई भी बातें आपकी योग्यता में नहीं आता है। നീ ഈ മനുഷ്യനെ പോലെ കർത്താവിൽ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? क्या आप इस मनुष्य के समान प्रभु यीशु मसीह पर गहराई से विश्वास करते हो? നിന്റെ വിശ്വാസം കർത്താവിൽ ആഴത്തിൽ വേരൂന്നിയതാണോ? आपका विश्वास प्रभु यीशु मसीह में गहरे जड़ को पकड़ा हुआ है क्या? ആമേൻ. അവിടെയാണ് നിന്റെ യോഗ്യത എന്ന് പറയുന്നത്. वहां पर आपका योग्यता है। ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് വായിച്ചട്ടെ ഹെബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം 6-ാം വാക്യം. इब्रानियों की पत्री 11 अध्याय उसका 12वां पद। എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഏത് വാക്യായിരുന്നു? 11:6. इब्रानियों की पत्री उसका 11वां अध्याय उसका 6वां पद। और विश्वास बिना उसे प्रसन्न करना अनहोना है, क्योंकि परमेश्वर के पास आने वालों को विश्वास करना चाहिए कि वो है और अपने खोजने वालों को प्रतिफल देता है। കണ്ടോ, ഈ ഒരു ഇത് ഹെബ്രായ ലേഖനത്തിലൂടെ അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. यही बातें इब्रानियों की पत्री से परमेश्वर का दास प्रेरित हमें सिखाता है। പ്രിയമുള്ളവരെ, ഈ വാക്യം അറിഞ്ഞിട്ടൊന്നും അല്ല ഈ ശതാധിപൻ കർത്താവിന്റെ അടുക്കൽ വന്നത്. और इन वचनों को जानकर सीखकर ये सूबेदार यीशु मसीह के पास नहीं आए, അവന്റെ ഉള്ളിൽ തന്നെ ഒരു ദൈവത്തിന്റെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. क्योंकि उसके हृदय के अंदर पहले से एक हृदय के अंदर एक व्यवस्था था परमेश्वर का। അവന് കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നു. उसके हृदय में प्रभु यीशु मसीह के प्रति विश्वास था। കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ എനിക്കൊരു മറുപടി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. यीशु मसीह के सम्मुख जाने पर उसके जीवन में एक उत्तर मिलेगा करके उनके अंदर एक विश्वास था। കർത്താവിന് സകലതും സാധ്യമാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. प्रभु के लिए हर एक बातें संभव है करके उनके जीवन में विश्वास था। അവൻ മിശിഹായാണ്, രക്ഷകനാണെന്നൊരു ബോധ്യമുണ്ടായിരുന്നു. वो एक मसीह है करके, वो मसीह है करके उनके हृदय में एक विश्वास और निश्चय था। അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നുള്ള ഒരു ധാരണ, വിശ്വാസം അവനുണ്ടായിരുന്നു. वो स्वर्ग से आया हुआ है करके उसकी सूबेदार के जीवन में विश्वास था और एक जानकारी था। അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പറയുകയാണ്, കർത്താവേ, എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ. इसलिए वो सूबेदार कहता है कि आप मेरे छत के तले आओ, इसका मैं योग्य नहीं हूँ। നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും, എന്റെ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിക്കും. आप अपने मुंह से एक शब्द कह दे तो मेरा जो सेवक है वो चंगा हो जाएगा। എന്നിട്ടും അവിടം കൊണ്ട് അവന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം തീരുന്നില്ല. उसके बाद भी उसकी जो विश्वास से जो वो बातें कहते हैं उसकी समाप्ति नहीं होती। പ്രിയമുള്ളവരെ, നമ്മുടെ വിഷമങ്ങളുടെ സമയങ്ങളിൽ, പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ വിശ്വാസത്തിൽ ഏറ്റവും ക്ഷീണിച്ചു പോകുന്നത്. है प्रियो, हमारे जो प्रतिकूल परिस्थितियों में हमारा विश्वास सबसे कमजोर पड़ जाता है। പലപ്പോഴും നമ്മൾ ദൈവമുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയേക്കാം.
कई बार ऐसा भी हो जाता है कि हम सोचने लगते हैं कि क्या प्रभु सचमुच में है, എന്റെ ജീവിതം എന്തിന് ഇതുപോലെ ദുഷ്കരമാക്കിയെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. और हम कई बार ये सोचते हैं कि मेरे हृदय मेरे जीवन को इतना कठिन क्यों बनाया है। കർത്താവെ, നിന്നെ സേവിച്ചതല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ കടന്നു വന്നേക്കാം. और हमारे हृदय में ये सवाल आता है कि प्रभु आपके सेवकाई के अलावा मैंने कुछ भी नहीं किया है। പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടസമയത്ത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. लेकिन परमेश्वर का वचन कहता है कि हमें हमारे कठिन हमारे जो कठिन परिस्थितियों में हमें प्रभु यीशु मसीह को खोजना है। നമ്മുടെ കഷ്ടസമയത്ത് നമ്മുടെ വിശ്വാസത്തെ ദൈവസന്നിധിയിൽ നാം ഏറ്റുപറയണം. कठिन परिस्थितियों के मध्य में हमारे विश्वास को हमें अंगीकार करना है। ഈ മനുഷ്യൻ തന്റെ കഷ്ടതയുടെ സമയത്ത്, ഭവനത്തിലെ വേദനയുടെ സമയത്ത് അവൻ വിശ്വാസത്തിന്റെ വചനങ്ങളാണ് അവൻ പറയുന്നത്. और ये व्यक्ति अपने जीवन में कष्ट के समय में कठिन परिस्थितियों में विश्वास के वचनों को बोलते हुए हम देखते हैं। പ്രിയമുള്ളവരെ, 62-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 62 वचन संहिता उसका 8वां पद हम यहाँ पढ़ेंगे। 62:8. 62 ജനമേ, वचन 8वां पद। ജനമേ, എല്ലാ കാലത്തും ഹല്ലേലൂയ അവനിൽ ആശ്രയിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. हे लोगों, हर समय उस पर भरोसा रखो, उससे अपने अपने मन की बातें खोलकर कहो, परमेश्वर हमारा शरणस्थान है। ആ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയം വെക്കുവിൻ. हर समय उस पर भरोसा रखो। എന്നിട്ട് പറയാണ്, എല്ലാ കാലത്തും നിങ്ങളുടെ ഹൃദയങ്ങളെ പകരുവിൻ. और हर समय अपने मन की बातें खोलकर कहो। അല്ലെ, എനിക്കറിയാം, നമ്മളൊക്കെ അല്ലെ, നിങ്ങളൊക്കെ ഈ കുളത്തിൽ നിന്നൊക്കെ വെള്ളം കോരിക്കൊണ്ടുവരുന്നവരാ ഈ പാത്രങ്ങളില്. और मैं जानता हूँ आप में से कई लोग जो तालाब है या कुंड है उनमें से पानी निकाल कर लेके आने वालों में हैं। എന്നിട്ട് ഈ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിച്ച് അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തു. और उसमें पानी लेके आते हैं, उसके बाद वो पानी एक दूसरे बर्तन में हम भर देते हैं। അപ്പോൾ അത് ആ ബർത്തൻ എന്തായി മാറും? അത് അത് എംപ്റ്റി ആയി മാറും. तो जो पहला बर्तन है वो शून्य हो जाता है। ഇതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിലെ പ്രാർത്ഥനാ വിഷയങ്ങള്, നമ്മുടെ ഭാരങ്ങള് ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങ് പകരപ്പെടണം. इसी प्रकार हमारे हृदय की जो चिंता है, प्रार्थना विषय है, वो प्रभु परमेश्वर की उपस्थिति में हमें उंडेलना है या डालना है। അത് ഏത് നമ്മുടെ താഴ്ച ആയിക്കോട്ടെ, ഉയർച്ച ആയിക്കോട്ടെ, കഷ്ടകാലമായിക്കോട്ടെ, നല്ല കാലമായിക്കോട്ടെ, ദൈവസന്നിധിയിൽ നാം ഹൃദയങ്ങളെ പകരുവാൻ പഠിക്കണം. हमारे जीवन में कितनी भी कम परिस्थिति में क्यों ना हो, कठिन परिस्थिति में क्या ना हो, दुखी परिस्थिति में क्यों ना हो, या कोई अच्छी परिस्थिति में क्यों ना हो, हमारे हृदय को हमें परमेश्वर के सम्मुख में उंडेलना, रखना सीखना है। സങ്കീർത്തനം പറയുന്നു, നിന്റെ ഭാരങ്ങളെ യഹോവയിൽ വെച്ചുകൊള്ളുക. भजन संहिता कहते हैं अपने हृदय की जो चिंता है परमेश्वर के ऊपर डाल दे। അവൻ നിന്നെ കരുതുന്നതാകിയാൽ നിന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. और परमेश्वर का वचन कहता है कि वो अपने बोझ यहोवा पर डाल दे, क्योंकि वो तुम्हें संभालेगा। അതുകൊണ്ടാണ് ഈ ശതാധിപൻ അവിടം കൊണ്ടും തീർക്കുന്നില്ല അവന്റെ വിശ്വാസ പ്രഖ്യാപനം. इसलिए जो सूबेदार है वो अपने विश्वास को जो दर्शा रहा है वो वहां समाप्त नहीं करता। ഈ ശതാധിപൻ പറയാണ്, കർത്താവേ, ഹല്ലേലൂയ, ഞാനും അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനാകുന്നു. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു. क्योंकि मैं भी पराधीन मनुष्य हूँ और सिपाही मेरे हाथ में है, और जब एक से कहता हूँ तो जा तो वो कहता है, वो जाता है, और दूसरे को कि आ तो वो आता है, और अपने दास से कहता हूँ कि ये कर तो वो कर देता है। അല്ലെ, അവൻ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. वो यीशु मसीह से कहते हैं कि परमेश्वर, मैं भी एक पराधीन मनुष्य हूँ, എനിക്ക് കീഴെയുമുണ്ട് സർവൻസ്, और मेरे अधीन में भी बहुत से सेवक है।
ഞാൻ ഒരുവനോട് പോകാൻ പറഞ്ഞ അവൻ പോകും, और यदि मैं एक से कहता हूँ कि जा तो वो जाता है, ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും. और दूसरे को कि आ तो वो आता है. ഞാൻ എന്ത് കൽപ്പിച്ചാലും അവർ ചെയ്യും, मैं വിത്തൗട്ട് कुछ भी ക്വസ്റ്റ്യൻ. मैं कुछ भी आज्ञा दूं वो बिना सवाल करे वो करते हैं. അവൻ ഇത് ഈ ഈ ഈ സെഞ്ചുറിയൻ എന്തോ ഉദ്ദേശിക്കുന്നത്? കർത്താവെ, ഞാൻ അറിയുന്നു നീയും അധികാരമുള്ള വ്യക്തിയാ. और ये सुबेदार क्या कहना चाहता है? वो यो कहना चाहता है कि प्रभु यीशु मसीह, मैं भी जानता हूं कि आप भी एक पराधीन, एक अधिकार रखने वाला व्यक्ति है. നീ സ്വർഗത്തിൽ നിന്ന് അധികാരം പ്രാപിച്ചു വന്നിരിക്കുന്ന വ്യക്തിയാണ്. आप स्वर्ग से अधिकार पाए हुए एक मनुष्य है. നീ സ്വർഗത്തിൽ നിന്ന് വന്ന മിശിഹായാണ്, രക്ഷകനാണ്. वो स्वर्ग से आए हुए मसीहा हो, सुधार करता हो. നിന്റെ കീഴിലുമുണ്ട് ദൂതന്മാര്, അല്ലെങ്കിൽ സൈന്യങ്ങളുടെ യഹോവ എന്നാണ് നിന്റെ പേര് തന്നെ. आपके अधीन में भी है स्वर्गदूत और आपका नाम है सेनाओं का यहोवा. നീ കൽപ്പിച്ചാലും ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ഞാൻ അറിയുന്നു. आपकी आज्ञा के आगे दूतगण उतर कर कार्य करेंगे करके मैं जानता हूं. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ മണ്ഡലങ്ങൾ ഉയർന്നു വരട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. और मैं आपसे बताना चाहता हूं और मैं प्रार्थना करता हूं कि आपके विश्वास के जो तल है उसमें बढ़ोतरी हो. എന്റെ 10ാം വാക്യം പറയുന്നു, യേശു അത് കേട്ട് അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. और उसका 10वां आयत में लिखा है कि यह सुनकर यीशु ने अचंभ किया और जो उसके पीछे आ रहे थे उनसे कहा, मैं तुमसे सच कहता हूं कि मैंने इस्राएल में भी ऐसा विश्वास नहीं पाया. ദൈവവചനത്തിൽ 2 സ്ഥലങ്ങളിലാണ് മുഖ്യമായിട്ടും കർത്താവ് ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. और वचन में 2 जगह ऐसी जगह है जहां लिखा है कि यीशु मसीह अचंभित हुए. ഒന്ന്, ഈ ഒരു ഭാഗത്ത് ഈ സെഞ്ചൂറിയന്റെ വിശ്വാസം കണ്ടപ്പോൾ ആശ്ചര്യപ്പെടുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. पहला हम देखते हैं ये जो सूबेदार है उनके जीवन में विश्वास को देखकर यीशु मसीह अचंभित हुए. അതിനുശേഷം മർക്കോസിന്റെ സുവിശേഷം 6ാം അധ്യായം 6ാം വാക്യത്തിൽ യഹൂദന്മാരുടെ അവിശ്വാസം കണ്ടിട്ട് കർത്താവ് ആശ്ചര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. और मरकुस रचित सुसमाचार 6वां अध्याय की 6वें आयत में यहूदियों की अविश्वास को देखकर वो अचंभित हुआ. അതിന്റെ 6ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു, അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. और वचन यो कहता है, और उसने उनके अविश्वास पर आश्चर्य किया और चारों ओर के गांवों में उपदेश करता फिरा. അല്ലെ, 2 മേഖലകളാണ് കർത്താവ് ആശ്ചര്യപ്പെട്ടത്. 2 परिस्थितियों में यीशु मसीह अचंभित हुआ. ഒന്ന് വിശ്വാസത്തിന്റെ മേഖല, पहला विश्वास का जो परिस्थिति. 2 അവിശ്വാസത്തിന്റെ മേഖല. दूसरा अविश्वास का जो परिस्थिति. രണ്ടും കർത്താവിന് അത്ഭുതമായി തോന്നി. दोनों बातें यीशु मसीह के लिए अचंभित करने वाली थी. അല്ലെ, യഹൂദന്മാരുടെ അല്ലെങ്കിൽ നസ്രത്തിൽ ഇത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട നസ്രത്തിലെ അവിശ്വാസം കണ്ടിട്ട് കർത്താവിന് അതിശയം തോന്നി. और यहाँ पर सबसे ज्यादा अद्भुत और चमत्कार होने वाले नासरी शहर में लोगों का विश्वास को देखकर यीशु मसीह अचंभित हुआ. അല്ലെ, അവരുടെ ഹല്ലേലൂയ സ്തോത്രം ഹൃദയത്തിന്റെ കാഠിന്യം കണ്ടിട്ട് കർത്താവിന് അത്ഭുതം തോന്നിപ്പോയി. उनके हृदय की जो कठोरता है, कठिनता है, उसको देखकर वो अचंभित हुए. എന്താണ് പലപ്പോഴും നമ്മുടെ അവിശ്വാസത്തിന് കാരണം? और कई बार हमारे जीवन में अविश्वास का कारण क्या है? നമ്മൾ പലപ്പോഴും അത് എന്തുവാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. कई बार हम उस पर हम ध्यान नहीं देते, सोचते नहीं हैं. പക്ഷെ ദൈവത്തിന്റെ വചനം ഒരൊറ്റ റീസണേ പറയുന്നുള്ളൂ അവിശ്വാസത്തിന്റെ കാരണം. लेकिन परमेश्वर का वचन एक ही बात कहता है, विश्वास के कारण. നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നത് കൊണ്ടാണ്. अविश्वास का कारण यही है कि हमारा हृदय जो है कठिन हो जाता है. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം കഠിനപ്പെടുന്നത്? किस प्रकार एक मनुष्य का हृदय कठोर हो जाता है? ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, जब वो वचन से दूर हो जाता है. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരു പുതിയ ഹൃദയം പ്രാപിച്ചവരാ. प्रियो, हम सब ने एक नया हृदय को पाए हुए लोग हैं. ക്രിസ്തുവേശുവിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു പുതിയ ഹൃദയം പ്രാപിച്ചവരാ.
मसीह यीशु मसीह में हमने एक नए हृदय को पाए हुए लोग हैं हम। ഈ ഹൃദയത്തിന് ലോകത്തിന്റെ സംഭവങ്ങൾ കൊടുത്താൽ ഈ ഹൃദയം കഠിനപ്പെട്ടു പോകും. और अगर इस हृदय में संसार की बातें हम डालेंगे वो कठिन हो जाएगा, कठोर हो നമ്മള് जाएगा। സയൻസ് ഫീഡ് ചെയ്താല്, അല്ലെങ്കിൽ അവിശ്വാസത്തിന്റെ കഥകൾ കേട്ടാല്, സിനിമകൾ ഫീഡ് ചെയ്താല്, അല്ലെങ്കിൽ വേറെ എന്തുമായിട്ടെ ലോകപ്രകാരം നമ്മൾ ഹൃദയത്തെ ഫീഡ് ചെയ്താൽ അത് ഹാർഡൻഡ് ആയിപ്പോ. और हमारे हृदय में विज्ञान की बातों को या ये कोई सिनेमा की बातें हो गया, जो संसारिक बातें हो गया, जो प्रतिदिन हम देखते हैं, ऐसे संसारिक बातों को अगर हमारे हृदयों में हम डालते हैं, रखते हैं, भरते हैं, तो हमारा हृदय कठोर हो जाता है। നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയം ചോദിക്കോ, കർത്താവിന് എന്നെ സൗഖ്യമാക്കാൻ പറ്റുമോ? और हम बिना जाने अनजाने हम कई बार सवाल उठाते हैं इसके बाद कि क्या यीशु मसीह मुझे छुटकारा दे सकते हैं। ഈ 21ാം നൂറ്റാണ്ടിലും കർത്താവിന് നമ്മളെ സൗഖ്യമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്? क्या इस 21वीं सदी में भी यीशु मसीह हमको चंगाई दे सकते हैं? അല്ലെ, ഈ 21ാം നൂറ്റാണ്ടിലും കർത്താവ് എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ ശബ്ദം ഞാൻ കേൾക്കുമെന്നാണോ ഞാൻ വിശ്വസിക്കുന്നത്? और क्या इस 21वीं सदी के समय में भी मेरे जीवन में मैं यीशु मसीह की आवाज को, शब्द को सुन सकता हूँ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കും. इस प्रकार के सवाल हमारे हृदयों में उठते रहते हैं। അങ്ങനെയുള്ള ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ വിത്തുകൾ വളരുകയില്ല. इस प्रकार के हृदय में विश्वास की जो बीज है वो उगते नहीं हैं। അതുകൊണ്ടാണ് കർത്താവായ യേശുനാഥൻ പറയുന്നത്, ഒരു ശിശുവിനെ, ഒരു പൈതലിനെ അടുത്ത് ഇരുത്തിയിട്ട് കർത്താവ് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ നിങ്ങൾ ദൈവരാജ്യത്തെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. इसलिए वचन में लिखा है, यीशु मसीह ने कहा है, अगर तुम इस परमेश्वर के वचन को इस बालक के समान अपनाते नहीं हो तो तुम्हें स्वर्ग का राज्य में तुम प्रवेश नहीं कर सकते। നമുക്കറിയാലോ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ലോകപ്രകാരം ഒന്നും അവര് ചിന്തിക്കുകയല്ല. हम जानते हैं जो बच्चे हैं वो इस संसारिक बातों में उनका हृदय नहीं है। നമ്മൾ മാതാപിതാക്കൾ എന്ത് പറയുന്നുവോ അതാണ് അവരുടെ വിശ്വാസം. क्योंकि जो माता पिता उनको कहते हैं वही उस पर वो विश्वास करते हैं। നമ്മൾ എത്ര വലിയ കള്ളത്തരം പറഞ്ഞു കൊടുത്താലും അതുങ്ങൾ ഹൃദയത്തെ വിശ്വസിച്ചു. हम कितनी बड़ी झूठ उनसे क्यों ना कह दे, वो उस पर विश्वास करेंगे। എത്ര വലിയ നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും അവർ വിശ്വസിക്കും. और कितनी भी अच्छी भलाई की बात करे वो विश्वास करेंगे। എന്തെന്ന് വെച്ചാൽ അവരുടെ ഹൃദയം നിഷ്കളങ്കമാ. क्योंकि उनका हृदय जो है वो निष्कलंक है। അവരെ ദൈവവചനത്തിൽ അവർ സംശയിക്കുകയില്ല. और वो परमेश्वर के वचन पर वो शक नहीं करेंगे। ആ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ആ യേശുവപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും. अगर यीशु मसीह ने ऐसा कहा है, परमेश्वर ने ऐसा कहा है तो ऐसा ही होगा। യേശുവപ്പ എന്നെ സൗഖ്യമാക്കൂ എന്ന് പറഞ്ഞാൽ അത് സൗഖ്യമാക്കും. अगर यीशु मसीह कहता है कि मुझे छुटकारा देंगे तो वो छुटकारा देंगे। എന്നുവെച്ചാൽ അവരുടെ ഹൃദയത്തില് ലോകത്തിന്റെ മാലിന്യങ്ങളൊന്നും പ്രവേശിച്ചിട്ടില്ല. क्योंकि उनके हृदय में संसार के किसी भी मलिनता है उसने प्रवेश नहीं किया है। അതുകൊണ്ട് അവർക്ക് കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കുവാനും കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുവാനും അവർക്ക് കഴിയും, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കഴിയും. इसलिए ऐसे लोग प्रभु यीशु मसीह को पूर्ण रूप से विश्वास कर पाते हैं और यीशु मसीह पर आश्रय रख पाते हैं। ഞാൻ വിശ്വസിക്കുന്ന ഈ ശതാധിപൻ അങ്ങനെ ഒരു ഹൃദയമാ ഉണ്ടായിരുന്നത്. मैं विश्वास करता हूँ ये सूबेदार के जीवन में इस प्रकार का एक हृदय था। അവൻ കർത്താവിനെ ഒരു വലിയ ഹല്ലേലൂയ, അവന്റെ വിശ്വാസത്തിന്റെ ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് അവൻ കർത്താവിനെ കണ്ടത്. और वह विश्वास के एक ऊंचे तल पर खड़े होकर उसने यीशु मसीह को देखा। പരമാർത്ഥ ഹൃദയത്തോടെയാണ് അവൻ കർത്താവിനെ അന്വേഷിച്ചത്. वो सच्चे दिल से प्रभु यीशु मसीह की खोज किया। അതുകൊണ്ട് കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടു. इसलिए यीशु मसीह ने उसकी प्रार्थनाओं को सुन लिया। ആമേൻ, ഹല്ലേലൂയ. അതിന്റെ ഇടയ്ക്ക് കർത്താവ് ഒരു കാര്യം കൂടെ അവനോട് പറയുന്നുണ്ട്. അതിന്റെ 11ഉം 12ഉം വാക്യങ്ങളും കൂടെ ഒന്ന് വായിക്കാം. उसके मध्य में यीशु मसीह उससे बहुत ही अनिवार्य जो बात है वो करते हैं, उसको हम पढ़ेंगे 8वां अध्याय उसका 11वां और 12वां पद में। കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകളിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
और वो वचन यूं कहता, और मैं तुमसे कहता हूँ कि बहुतेरे पूर्व और पश्चिम से आकर अब्राहम और इसहाक और याकूब के साथ स्वर्ग राज्य में बैठेंगे, परंतु राज्य के संतान बाहर अति अंधियारे में डाल दिए जाएंगे, जहां रोना और दांतों का पीसना होगा। പ്രിയമുള്ളവരെ, അവിശ്വാസികളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്. है प्रियो, अविश्वासियों के ऊपर यीशु मसीह का जो न्याय है, ദൈവത്തിന്റെ ന്യായവിധി കർത്താവിന്റെ സുവിശേഷത്തെ വിശ്വസിക്കാത്തവരുടെ മേലുണ്ട്. जो यीशु मसीह के सुसमाचार पर विश्वास नहीं करने वालों के ऊपर एक न्याय रखा हुआ है। അവർ ന്യായവിധി ദിവസത്തിലേക്കായിട്ട് ദൈവത്തിന്റെ കോപത്തെ കൂട്ടിവെക്കുന്നു. और वो न्याय के दिन के लिए प्रभु परमेश्वर के क्रोध को इकट्ठा करते हैं। എന്നാൽ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ ജീവിക്കുന്നവർക്ക് അവനോടുകൂടെ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ പങ്കുകൊള്ളുവാനുള്ള അവസരമുണ്ടാകും. लेकिन यीशु मसीह पर विश्वास कर बाट जोकर जीने वालों के लिए मसीह प्रभु यीशु मसीह जो मेमने की शादी है उस पर उनको निमंत्रण होगा। അല്ലെ, കർത്താവിനെ നിഷേധിക്കുന്നവരും ഉപേക്ഷിക്കുന്നവരും അല്ലെ നിത്യമായ നരകശിക്ഷയ്ക്ക് അർഹരാകും. यीशु मसीह को त्यागने वाले और अंगीकार नहीं करने वालों के लिए अनंत काल का एक सजा रखा हुआ है। അവരുടെ തീ കെടുന്നില്ല, അവരുടെ പുഴു ചാകുന്നുമില്ല. और उस अग्नि जो है कभी समाप्त नहीं होता है, और जो कीड़े हैं वो कभी मरते नहीं है उसमें। അവർ നിത്യമായ ദണ്ഡനത്തിന് വിധേയരാകും. और वो नित्य हमेशा के लिए जो अनंत काल के जो पीड़ा के लिए वो पीड़ा के लिए वो सहेंगे। അതിനുശേഷം ഈ ശതാധിപനോടായിട്ട് പറയുകയാണ്, പിന്നെ യേശു ശതാധിപനോട് പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ആ ബാല്യക്കാരന് സൗഖ്യം വന്നു. और यीशु ने सूबेदार से कहा, जा, जैसे तेरा विश्वास है वैसे ही तेरे लिए हो जाए, और उसका सेवक उसी घड़ी चंगा हो गया। പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ മതിലുകൾ നമുക്കൊന്ന് ഉറപ്പിക്കാം. इसलिए हमारा प्रियो हमारा जो विश्वास का जो दीवार है उसको हम मजबूत करें। പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ആ വിശ്വാസത്തിന്റെ മതിലുകളുടെ കേടുപാടുകൾ നമുക്കൊന്ന് തീർക്കാം. और विश्वास का जो परमेश्वर के वचन है और उपवास के द्वारा हमारा जो विश्वास की जो दीवार है उसमें जो छोटे छोटे तो टूट फूट आया है उसको हम सुधारे। നമുക്ക് ഒരു ഉറപ്പും ബലവുമുള്ള ഒരു വിശ്വാസ നഗരത്തിലേക്ക് നമ്മെ തന്നെ ഉറപ്പിച്ചു നിർത്താം. हमें एक दृढ़ और अटूट विश्वास का जो शहर है उसमें हमें स्थिर करें हम अपने आप को। നമ്മുടെ കർത്താവായ യേശുനാഥൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ബോധ്യത്തിൽ നമുക്കായിരിക്കാം. हमारा प्रभु यीशु मसीह हमारे हाथों को कभी नहीं छोड़ेंगे, इस यकीन के साथ हम आगे बढ़े। പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവനെ അനുഗമിക്കാം. पूर्ण हृदय से हम यीशु मसीह का अनुकरण करें। പത്രോസിനെ പോലെ നമുക്കും ആ കർത്താവേ നീ സകലതും അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മളെ തന്നെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. इस प्रकार पत्रोस ने कहा कि प्रभु आप जानता है मेरे बारे में, उस प्रकार अपने आप को पूर्ण रूप से यीशु मसीह के हाथ में सौंप दें। ദയവായി കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടിയനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത ദൈവത്തിന്റെ ദാസനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഈ മകനെ അധികമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് അടിയൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. और इन वचनों के द्वारा प्रभु आप सबको आशीष दे, और समय दिया परमेश्वर के दासों को मैं धन्यवाद देना चाहता हूँ। प्रभु आप सबको आशीष दे। आमीन. धन्यवाद सबको. जय मसीह की. धन्यवाद. आपको भी जय मसीह की। हम प्रभु का धन्यवाद देते हैं सुंदर वचन के लिए जो अपने दास के द्वारा हमारे बीच में परमेश्वर ने दिया। हम परमेश्वर